നമസ്കാരം. ആംസ്റ്റർ ഇമിഗ്രേഷൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 കാനഡയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വാർത്തയാണ് സ്റ്റുഡൻറ് വിസ റെസ്ട്രിക്ഷൻസ്. അതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ വളരെ ലളിതമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരികയാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. Amster, your best immigration partner. Dream to fly? Step to Amster. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ 2024 കാനഡയിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളും പേരൻസും സ്പോൺസേഴ്സും ഒക്കെ വിശദമായി കേൾക്കേണ്ട കാര്യം തന്നെയാണ്. അത് വളരെ ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ചോദിക്കുക. കൂടുതൽ വാട്സപ്പിൽ ചോദിക്കുകയോ ഞങ്ങളുടെ ഓഫീസിൽ വിളിക്കുകയോ ചെയ്താൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ തരാം. എന്നാൽ ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ആമുഖം പറയാം. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് കാനഡ ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ സ്റ്റുഡൻറ് വിസ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നത്? ഇത് ആരെയൊക്കെയാണ് ബാധിക്കുക? ഇപ്പോൾ പഠിക്കാൻ പോകുന്നവരെയാണോ, 2024 മുതൽ പോകുന്നവരെയാണോ, അതോ നിലവിലവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെയാണോ, അതോ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിലുള്ളവരെയാണോ? അപ്പോൾ ഇതാണ് ഞാൻ വിശദമായി പറയാൻ പോകുന്നത്. വൺ ബൈ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. കാനഡയിലെ റെസ്ട്രിക്ഷൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പുതിയ നയമാറ്റത്തിൻ്റെ വിസ റെസ്ട്രിക്ഷൻ എന്ന വാക്കല്ല ഉപയോഗിക്കേണ്ടത്, വിസ നയമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യമേ എടുത്തൊരു തീരുമാനം GIC ഫണ്ട് ഉയർത്തുക എന്നതായിരുന്നു. എന്താണ് GIC എന്ന് പറഞ്ഞാൽ? ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള തുക ഡെപ്പോസിറ്റ് ചെയ്യുക. കാനഡയിൽ പഠിക്കുന്നതിന് ഒരു സ്റ്റഡി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥി അവരുടെ എക്സ്പെൻസിൻ്റെ ഫണ്ട് $10,000 കാനഡയിലെ സ്കോഷ്യ എന്ന ബാങ്ക് അക്കൗണ്ടിൽ, എക്സാമ്പിളാണ്, നിക്ഷേപിക്കുക. അതിനെ 12 ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഒരു തുക അവർക്ക് എക്സ്പെൻസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമം. അത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ചിലർ പാർട്ട് ടൈം ജോലിക്ക് പോയി എന്നിട്ട് ഈ ഫണ്ട് തിരിച്ചവരുടെ നാട്ടിലേക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ടെക്നിക്കൽ കാര്യം. ഈ $10,000 എന്നുള്ളത് 2024 മുതൽ ഗവൺമെൻറ് ഓഫ് കാനഡ $26,035 എന്ന നിലയിൽ ഉയർത്തി. 10,000 എന്ന് പറയുന്നത് ഇന്ത്യൻ മണി ഏകദേശം ഒരു 5,60,000 മുതലുണ്ട്. 60,000-70,000 ബാക്കി ട്രാൻസാക്ഷൻ ഫീസൊക്കെ. അപ്പോൾ 26,635 എന്ന് പറയുന്നത് ഏകദേശം വലിയൊരു തുക തന്നെയാണ്. അതാണ് ഏറ്റവും ആദ്യം വന്ന നയമാറ്റം. അപ്പോൾ ഇനി മുതൽ കാനഡയിൽ പഠിക്കാൻ പോകുന്നവർക്ക് ഇത് ബാധകമാണ്. അപ്പോൾ ഈ ഒരു GIC ഫണ്ടിൻ്റെ നയമാറ്റമാണ് ആദ്യം സംഭവിച്ചത്. 35% സ്റ്റഡി വിസകൾ വെട്ടിക്കുറയ്ക്കുന്നു. ഇതാണ് അടുത്ത പ്രധാന വാർത്ത, അല്ലെങ്കിൽ ഒരു നയം. ഏകദേശം 2024 അവർ പ്ലാൻ ചെയ്ത പ്രകാരം ഈ 35% റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇനി 3,60,000 വിസ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇതൊരു കാൽക്കുലേഷനാണ്. കഴിഞ്ഞ വർഷം 2023 5 ലക്ഷത്തി സംതിങ് ആണ്, 5 ലക്ഷം എന്ന് പറയാം. അതിന് 35% കട്ട് ഷോട്ട് ചെയ്യുമ്പോൾ ഏകദേശം 3,60,000 വിസകൾ മാത്രമേ നൽകൂ എന്നാണ് ഗവൺമെൻറ് ഓഫ് കാനഡയുടെ പുതിയ നയത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു നല്ല ശതമാനം കുറയുകയാണ്. ഏകദേശം 1,40,000 വിസകളുടെ എണ്ണം കുറയ്ക്കുന്നു. എങ്ങനെ ബാധിക്കുന്നു ചോദിച്ചാൽ, ഈ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന എല്ലാവർക്കും വിസ കിട്ടണമെന്ന് നിർബന്ധമില്ല. വിസ റിജക്ഷൻ്റെ റേഷ്യോ കൂടും. അത് കുറയ്ക്കാനുള്ള, ഈ വിസ റിജക്റ്റ് ആവാതിരിക്കാനുള്ള കാര്യങ്ങൾ ഓൾറെഡി അവർ കൊണ്ടുവരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു പോകാം. എങ്കിലും ഇനി എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് വിസ കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. 3,60,000 വിസകൾ ഒരു ക്യാപ് സംവിധാനം, വിസ അലോക്കേഷൻ സംവിധാനവും നിലവിൽ വരികയാണ്. ഈ 3,60,000, അതായത് 3,60,000 വിസകൾ എന്നത് 10 പ്രൊവിൻസുകൾക്ക് ഒരു ക്യാപ് സിസ്റ്റത്തിലൂടെ ഡിവൈഡ് ചെയ്യുന്നു. അതുമാത്രമല്ല, പ്രൊവിൻസുകളിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അത് ഇത്ര സ്റ്റുഡൻസിന് മാത്രമേ വിസകളുള്ളൂ എന്നൊരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും. ഇത് കൃത്യമായൊരു പ്ലാനിങ് ഗവൺമെൻറ്റിനുണ്ട്. ഈ ഒരു ക്യാപ് സിസ്റ്റം നിശ്ചയിച്ചത് പ്രകാരം ഈ പറയുന്ന പ്രൊവിൻസുകൾക്ക് ഇത്ര കോട്ട,
ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇത്ര കോട്ട. ഇപ്പോൾ ഇന്ന് നിലവിൽ പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും ഒരേപോലെ കിട്ടണ നിർബന്ധമൊന്നുമില്ല. BC-യിലും ഒൻറ്റാരിയോയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളത്. അവിടെ അക്കോമഡേഷൻ പ്രശ്നങ്ങൾ, അവിടെ പാർട്ട് ടൈം പ്രശ്നങ്ങൾ, ക്രൈം റേഷ്യോ കൂടുന്നു. അതുപോലെ ഈ സ്റ്റുഡൻസ് വന്നിട്ടെന്നൊക്കെയാണ് ഈ കനേഡിയൻ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഒരിക്കലും അത് മാത്രമല്ല അവിടുത്തെ കാരണങ്ങൾ. ഇവർ ആവശ്യത്തിലധികം സ്റ്റുഡൻസിനെ കൊണ്ടുവരികയും ആവശ്യത്തിലധികം സ്റ്റുഡൻസിന് ഏജൻസികൾക്ക് പെർമിറ്റ് കൊടുക്കുകയും അവരെ കാനഡയിലേക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കോഴ്സുകൾക്ക് കൊണ്ടുവരികയും, അപ്പോൾ അവർക്ക് ഓവർ പോപ്പുലേറ്റഡ് ആയ പ്രൊവിൻസുകളിൽ ക്രൈം റേഷ്യോ കൂടി. അതിൽ സ്റ്റുഡൻസും ഉണ്ട്. അതിൽ ഈ ക്രൈം റേഷ്യോ എന്ന് പറയുമ്പം മോഷണം പോലുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു എന്നാണ് അവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത്. അപ്പം BC-യിലും ഒൻറ്റാരിയോയിലും ഒക്കെയാണ് കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളത്. ആ പ്രൊവിൻസുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന വിസ നൽകിയതിൻ്റെ ഒരു 50 മുതൽ ഒരു 60% വിസ കുറയ്ക്കാനാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. ഒരു ക്യാപ് സിസ്റ്റം കൊണ്ടുവന്ന് വിസയുടെ റേഷ്യോകൾ കൺട്രോൾ ചെയ്യാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രൊവിൻസിലേക്കും ആളെ കിട്ടും. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. എല്ലാവരും ഈ ഒൻറ്റാരിയോയിലും BC-യിലും മാത്രം കാനഡയിൽ പോയിട്ട് അവിടെ നിന്നുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മറ്റുള്ള പ്രൊവിൻസുകളുണ്ട്, നവാസ്കോഷ്യ, പ്രിൻസ് എഡ്വേർഡും ഒക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പം അത് നല്ലൊരു തീരുമാനമാണ്. എല്ലാ പ്രൊവിൻസുകളും ആളുകൾ എത്തണം. അവിടെയുള്ള കമ്പനികൾക്ക് അത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇമിഗ്രൻസും അവിടെ നല്ല ക്വാളിറ്റിയുള്ള ആളുകൾ എത്തി എല്ലാ പ്രൊവിൻസുകളും ധാരാളം ആളുകൾ എത്തുന്നു എന്നതാണ് അവർ ഗവൺമെൻറ് ഇതിലൂടെ കാണുന്നത്. പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ നിലവിൽ വന്നു. ഈ PAL പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ എന്ന് പറയുന്നത് നിലവിൽ ക്യൂബക് എന്ന പ്രൊവിൻസിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ക്യൂബക്കിലേക്ക് വിസ ഫയൽ ചെയ്യുമ്പോൾ ക്യൂബക് പ്രൊവിൻസിൻ്റെ ഒരു അറ്റസ്റ്റേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ഫെഡറൽ ഗവൺമെൻറ് സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളായിരുന്നു. പക്ഷെ അത് തന്നെ ഇനി എല്ലാ പ്രൊവിൻസിലും ഗവൺമെൻറ് ഓഫ് കാനഡ പുതിയ ഈ നയപ്രകാരം അല്ലെങ്കിൽ ഈ നിയമപ്രകാരം കൊണ്ടുവരികയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ആ പ്രൊവിൻസിലേക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ ലഭിച്ചാൽ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റും ഒരു അറ്റസ്റ്റേഷൻ ലെറ്റർ നൽകുന്നു. ഇതില്ലാതെ വെച്ച് കഴിഞ്ഞാൽ വിസ 100% റിജക്ഷൻ. ഇനി ഉണ്ടെന്ന് പറഞ്ഞ് വിസ കിട്ടുമെന്നല്ല, അവിടെയും പ്രയോറിറ്റിയും ക്വാളിറ്റിയും ഒക്കെ മാനദണ്ഡമായിട്ട് വരും. എന്നാലും ഗവൺമെൻറ് ഓഫ് കാനഡ പുതിയ നയപ്രകാരം ഈ പ്രൊവിൻസിലേക്ക് ആരൊക്കെയാണ് എത്ര സ്റ്റുഡൻസ് വരുന്നു എന്നുള്ള കൃത്യമായ നയം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ എന്ന ഈ ഒരു പ്രോഗ്രാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി 2024 മാർച്ച് 31 വരെ ഒരു വിസകളും ഗവൺമെൻറ് ഇനി നൽകുന്നില്ല എന്നൊരു ടെമ്പററി സസ്പെൻഡഡ് എന്ന് പറയും, താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി വിസ ഫയൽ ചെയ്തവരാണെങ്കിൽ പോലും മേ ബി നിങ്ങൾക്ക് ഈ 31 ശേഷമേ ഇനി വിസ അപ്രൂവൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഓൾറെഡി മെയിൻ ടേക്ക് ഒക്കെ ചെയ്തവർക്കാണ് ഒരു പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പം ഈ മാർച്ച് 31 മുമ്പ് എല്ലാ പ്രൊവിൻസുകളും ഈ പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ നൽകുന്നതിനുള്ള സംവിധാനം കൊണ്ടുവരണമെന്നാണ് ഫെഡറൽ ഗവൺമെൻറ് മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നത്. പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് കർശനമായി നിയന്ത്രിക്കാൻ പോവുകയാണ്. അത് വലിയൊരു ഒരു അടിയാണ് നമ്മുടെ സ്റ്റുഡൻസിന് വരാൻ പോകുന്നത്. പുതിയ ഒരു നിയമപ്രകാരം എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിന് ഇത് ബാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ വരും വഴിയായി നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. നിയമമാറ്റം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ പറയുന്ന ഈ ഒരു നിയമമാറ്റം അവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇനി മുതൽ ഗവൺമെൻറ് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് നൽകുന്നത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ചവർക്ക് കൊടുക്കില്ല. ഓൾറെഡി ഉണ്ടായിരുന്നൊരു നിയമം എന്ന് പറയുന്നത് ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള കോഴ്സുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ലിസ്റ്റിൽപ്പെട്ടവർക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് നൽകിയിരുന്നുള്ളൂ. ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ അത് മാറി. അതൊക്കെ ചെക്ക് ചെയ്യാനുള്ള വഴികൾ നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ അതല്ല ഇവിടുത്തെ പ്രശ്നം. നിലവിൽ പ്രൈവറ്റ് ഫണ്ടഡ് പബ്ലിക് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കാനഡയിൽ ഉള്ളത്. അപ്പോൾ ഇവർ പബ്ലിക്കായ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്, പബ്ലിക്
ഫണ്ടഡ് ആൻഡ് പ്രൈവറ്റ് ജോയിൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അപ്പം ഉദാഹരണം ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള പബ്ലിക്കിൻ്റെ അണ്ടറിൽ ഒരു പ്രൈവറ്റ് അവർ കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ കോഴ്സ് പഠിക്കുന്നു. പല സ്റ്റുഡൻസും ഈ പറയുന്ന ഇതിനെപ്പറ്റി ധാരണയൊന്നുമില്ലാതെ ഇത് എടുക്കുകയാണ്, കോഴ്സ് എടുക്കുന്നു, പഠിക്കുന്നു. ഇവർ ആക്ച്വലി ഈ പറയുന്ന ഒരു ക്വാളിറ്റിയുള്ള സ്റ്റഡി അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല എന്ന് ഗവൺമെൻറ്റിന് കണ്ടെത്താൻ സാധിച്ചു, അല്ലെങ്കിൽ അങ്ങനെ അനുഭവപ്പെട്ടത് കൊണ്ടാണ് ഇനി മുതൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഫണ്ടഡ് കൊളാബ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരുന്ന ആർക്കും പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കൊടുക്കില്ല. നിങ്ങൾക്ക് പബ്ലിക് ഫണ്ടഡ് കോളേജിൽ നിന്ന് മാത്രമാണ് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ്, അത് ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട അവർക്ക് മാത്രമേ ഇനി പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കൊടുക്കൂ എന്ന് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരിക്കുന്നു. ഇത് ഒരു ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബാധിക്കുന്ന കാര്യമാണ്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇനിയും കാനഡയിൽ അടയാനുള്ള സാധ്യത കൂടുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു തീരുമാനം തന്നെയാണ്. പലരും പഠിച്ച ശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു ഡയലോഗാണ്, കപ്പലണ്ടി ഊതിയാൻ വിലയില്ലാത്തൊരു പേപ്പറുമായി നിങ്ങൾ നാട്ടിൽ തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വേണം ഈ ഏജൻസികളുടെ തള്ളലും അല്ലെങ്കിൽ അവിടുന്ന് കാനഡയിൽ നിന്ന് ആൾക്കാർ വന്ന് കണ്ടെന്നു ഡെലിഗേറ്റ് വന്നെന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ട് ജോയിൻ ചെയ്യുമ്പോൾ അത് വളരെ സൂക്ഷിക്കുക. ഓൾറെഡി ജോയിൻ ചെയ്തവർ ടെൻഷനിലായിരിക്കും. എന്നാലും ഗവൺമെൻറ് പുതിയ നയം നിങ്ങൾക്ക് കൊണ്ടുവന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ അനൗൺസ് പ്രകാരം പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ജോയിൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രൊവൈഡ് ചെയ്യില്ല എന്നാണ്. സ്പൗസ് വർക്ക് പെർമിറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യമേ സ്പൗസ് വർക്ക് പെർമിറ്റ് റെസ്ട്രിക്റ്റ് ചെയ്ത രാജ്യം UK ആണ്. നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കാനഡയും ഇനി പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സ്പൗസിനും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയാണ്. സാധാരണഗതിയിൽ ഒരു PG ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഏത് ഡിപ്ലോമ പഠിക്കുന്ന ഒരാൾക്ക് കൂടെ സ്പൗസ് ഉണ്ടെങ്കിൽ ഇനഫ് ഫൈനാൻഷ്യൽ കപ്പാസിറ്റിയും ബാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ പെർഫെക്റ്റ് ആണ്, ഒന്നിച്ച് വിസ ഫയൽ ചെയ്ത് ഒന്നിച്ച് കാനഡയിൽ പോകാമെന്ന്. ഇനി കുഞ്ഞുങ്ങളുണ്ട് അവരെയും കൂടെ ചേർത്ത് കാനഡയിൽ കൊണ്ടുപോകാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നിലവിൽ അത് ഉണ്ടായിരുന്നു, പക്ഷേ ഇനി മുതൽ അതുണ്ടാവില്ല. പുതിയ അപ്ഡേറ്റ് പ്രകാരം മാസ്റ്റേഴ്സിനും PhDക്കും മെഡിക്കൽ ലോ റിലേറ്റഡ് ആയിട്ടുള്ള ചില മാത്രമേ സ്പൗസിനെ കൊണ്ടുവരാനുള്ള നിയമം ഉണ്ടാവുള്ളൂ. അത് ഈ ഒരു സ്പൗസ് വിസകളുടെ അല്ലെങ്കിൽ ഓൾറെഡി അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് അത് പോസിറ്റീവാണ്. ഇനി പുതിയ ആപ്ലിക്കേഷൻസിന് ഒരിക്കലും സ്പൗസ് വിസ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യില്ല, അത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു പോസിറ്റീവായ കാര്യം, മാസ്റ്റേഴ്സ് ഒക്കെ പോകുന്ന ആളുകൾക്ക് പണ്ട് 1 ഇയർ കോഴ്സ് ആയിരുന്നു. മീൻസ് ലാസ്റ്റ് ഇയർ വരെ 1 ഇയർ കോഴ്സ് ചെയ്യുന്നവർക്ക് 1 ഇയർ മാത്രമേ സ്റ്റേ ബാക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതൊരു പുതിയ അപ്ഡേറ്റ് വന്ന പ്രകാരം 1 ഇയർ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാൾക്കാണെങ്കിൽ പോലും 3 ഇയർ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് കിട്ടും എന്നൊരു ഹാപ്പി ന്യൂസ് ഇതിനകത്തുണ്ട്. കുറച്ചൊക്കെ നിയമമാറ്റങ്ങളിലൂടെ പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടാകുന്നു, കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. മറ്റുള്ള പ്രൊവിൻസുകളിലും ആളുകൾ എത്തുന്നത് നല്ലതാണ്. കനേഡിയൻ ഇമിഗ്രേഷൻ സ്ട്രോങ് ആയിട്ട് പോകണമെന്നുള്ളൊരു ഈക്വലൻസി കീപ്പ് ചെയ്യണമെന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ബാക്കി ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാനുണ്ട്. എല്ലാവരും കൂടെ ഒണ്ടാരിയിലും BCയിൽ നിന്ന് കഴിഞ്ഞാൽ അക്കോമഡേഷൻ പ്രോബ്ലം, ഞാൻ മുമ്പേ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ട്. ജോലി കിട്ടുന്നില്ലെന്ന പ്രശ്നങ്ങളുണ്ട്. അവർ ആപ്റ്റായ ജോലികൾ കിട്ടുന്നില്ലെന്ന പ്രോബ്ലം ഉണ്ട്. ഇതൊക്കെ മാറാനും വേണ്ടിയൊക്കെ തന്നെയാണ് ഗവൺമെൻറ് പുതിയ നയം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവായി എടുക്കുക. ഈ നയത്തിലൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ട് മാത്രം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജോയിൻ ചെയ്യുക. കാനഡയുടെ വാതിലുകൾ അടച്ചിട്ടില്ല. വളരെ സീരിയസ് ആയിട്ട് ഇമിഗ്രേഷനെ സമീപിക്കുന്നവർക്ക് കാനഡ എപ്പോഴും ഓപ്പൺ ആണ്. അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. കാനഡ 2024 സെപ്റ്റംബർ ഇന്ത്യക്ക് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായും സ്ട്രോങ് ആയി പെർമനന്റ് റെസിഡൻസി വരെ നിങ്ങളൊപ്പമുള്ള ആംസ്റ്റർഡാം ഇമിഗ്രേഷൻ്റെ ഫ്രീ കൗൺസിലിങ്ങിനായി ഞങ്ങൾ ബ്രാഞ്ചിൽ വരാം. ഇല്ലെങ്കിൽ നമുക്ക് വാട്സാപ്പ് ചെയ്യാം, നമ്മളൊരു കോൾ ബാക്ക് അറേഞ്ച് ചെയ്യാം. Thank you so much. Amster, your best immigration partner. Dream to fly? Step to Amster.